ഇൻസൈഡ് ന്യൂസ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ വി ജോൺ പൗലോസ്. അദ്ദേഹം സേവ് കേരള ടീമിൻ്റെ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ നിയമ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് എത്തിക്കുകയും ആ പ്രശ്ന പരിഹാരത്തിനുള്ള നടപടികൾക്ക് വേണ്ടി നിയമ നടപടികളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് അദ്ദേഹം നമ്മളോട് ആശയവിനിമയം നടത്തും. സ്വാഗതം ശ്രീ ജോർജ് സാർ. സാറേ, ആദ്യമായിട്ട് എനിക്ക് സാറിനോട് ചോദിക്കാറുള്ളത്, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉയർത്തുന്ന ഭീഷണികളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ്? അതിൽ നിന്നുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അത് പറയുകയാണെങ്കിൽ പലരും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യക്തമായൊരു അനാലിസിസ് നടത്തിയ റിപ്പോർട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ പല വിദഗ്ധരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാം പൊട്ടുകയാണെങ്കിൽ ഏകദേശം 800 കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഈ ജലം പ്രവഹിക്കുക. അതായത് നമ്മൾ ഹിരോഷിമയിൽ പൊട്ടിയ ബോംബിന്റെ 150 എത്തി എന്നൊക്കെയാണ് പല വിദഗ്ധരും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുവാണെങ്കിൽ കേരളത്തിന്റെ ഏകദേശം 6 ജില്ലകളെ നേരിട്ട് ബാധിക്കും. അതായത് ഏകദേശം 64 കിലോമീറ്ററോളം സ്പ്രെഡ് ചെയ്ത് വെള്ളം പരക്കുകയും 60 മീറ്ററോളം ഉയരത്തിൽ ഏകദേശം 200 അടിക്ക് മുകളിൽ ഉയരത്തിൽ വെള്ളം വരുന്നതൊക്കെയാണ് പറയുന്നത്. 6 ജില്ലകളെന്ന് പറയുമ്പോൾ അത് നമുക്ക് തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ 6 ജില്ലകളെയാണ് നേരിട്ട് ബാധിക്കുക. പക്ഷെ ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റിയല്ല. കാരണം ഇത്തരം ഫോഴ്സിൽ ജലം വരുമ്പോൾ അത് പല സ്ഥലത്തേക്കും ഡൈവേർട്ട് ചെയ്ത് പോവാം. നമ്മൾ ചിലപ്പോൾ പറയുന്ന പുഴയിൽ കൂടി മാത്രമായിരിക്കില്ല ജലം വരിക. കാരണം ഫസ്റ്റിലെ പൊട്ടി വരുന്ന കല്ലും മണലും പാറയും മരങ്ങളും എല്ലാം കൂടി കിടന്ന് ആ വെള്ളം ഡൈവേർട്ട് അവിടെ ഡാമായി മാറി വീണ്ടും ഡൈവേർട്ട് ചെയ്ത് മാറി കൊടുക്കാം. അതുകൊണ്ട് അത് എവിടേക്ക് എത്തുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം 6 ജില്ലകളെ ബാധിക്കും. അപ്പോൾ ഈ 6 ജില്ലകളിൽ ഏകദേശം 1.25 കോടി ജനങ്ങളോളം ഇപ്പോഴത്തെ കണക്കനുസരിച്ചുണ്ട്. അതിൽ 1.25 കോടി ജനങ്ങൾ നേരിട്ട് ഇത് ബാധിക്കാനാണ് സാധ്യത. പിന്നെ കണക്കും പ്രകാരം പലരും പറയുന്നത് ഏകദേശം 50 ലക്ഷം ആൾക്കാരോളം ജീവഹാനി സംഭവിക്കാം എന്നും പറയുന്നു. അതിശയോക്തിയാണോ എന്താണെന്ന് അറിയണമെങ്കിൽ സർക്കാർ അതിൻ്റെ സർവേ, അതായത് ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തിയാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവരം നമുക്ക് അറിയാൻ പറ്റൂ. ഈ ആശങ്ക വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടുന്ന ജനങ്ങളുടെ ആശങ്ക തീർക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്തെങ്കിലും നടപടികൾ ഇടണം. പിന്നെ ഇതിന്റെ വ്യാപ്തി, ഈ അപകടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് തോന്നി 6 ജില്ലകൾ ഉള്ളവർ മാത്രമേ ബാധിക്കുള്ളൂ. ഈ ജലമെല്ലാം കൂടെ നേരെ നമ്മുടെ കടലിലേക്കാണ് എത്തുക. അപ്പോൾ ഈ കടലിലേക്ക് ഇത്ര ജലം എത്തുമ്പോഴും കടലിൽ നിന്ന് ഉൾവലിച്ചതിന് ശേഷം അത് വലിയൊരു സുനാമി ആയിട്ടായിരിക്കും തിരിച്ചടിക്കുക. അത് എവിടേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങ് ഗോവ വരെയും ഈ സൈഡ് കർണാടകത്തിന് തീരും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കില്ല ഇത് സംഭവിക്കുക. പിന്നെ സംഭവിക്കാതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെ എത്രമാത്രം ഓയിൽ ശേഖരണം, അതായത് പെട്രോൾ, ഡീസൽ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അപകടം എത്രയാണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൂടാതെ ഏതെല്ലാം രീതിയിലുള്ള വാതകങ്ങളുടെ ശേഖരണം നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈ വാതകങ്ങളെല്ലാം പൊട്ടി അതിൻ്റെ ശേഖരണ സംഭരണികളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ 6 ജില്ലകൾ മാത്രം ഒതുങ്ങിയിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ തന്നെ അനേകം കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതായത് നമുക്ക് കൊച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു സർവേ നടത്തിയാൽ ഇനി മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു മാറി ഇതിന് യഥാർത്ഥത്തിൽ ഈ ഡാം പൊട്ടിയാൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഈ ഇത്രയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമായിട്ട് ഉഭയകക്ഷി ചർച്ചകളുടെ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കേരളം, ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാനുള്ള സാധ്യത എന്താണ് നിങ്ങളുടെ? അത് ശരിക്കും ഇപ്പോൾ സാർ പറഞ്ഞ രീതിയിൽ ഉഭയകക്ഷി ശരിയായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ നമുക്കൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്.
ഇതില് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1886 നമ്മുടെ ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഒരു കരാറിലേക്ക് ഏർപ്പെടുകയാണ്. അത് അദ്ദേഹം പറയുന്നത്, ചരിത്രം പറയുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഇതിൽ ഒപ്പുവെട്ടുന്നതെന്നാണ്. പക്ഷേ ഇതിൽ ഒപ്പിട്ടത് അദ്ദേഹമല്ല, അദ്ദേഹത്തിന് ദിവാൻ അയ്യങ്കറാണ് ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷെ അന്ന് തന്നെ ഒരു ചതി നടന്നിട്ടുണ്ട്. അത് സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. 999 വർഷമാണ് കരാറിന്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും കരാറ് 999 വർഷത്തേക്കുള്ള കരാറുണ്ട് സാറേ? 999 വർഷത്തെ കരാർ വരുന്നത് രണ്ടാമത് പുതുക്കുന്ന ആദ്യത്തെ 999 ഉണ്ടോ? ഉണ്ട്. ഫസ്റ്റില് അതായത് അറിയപ്പെടുന്നത് എന്താ 99 വർഷം എന്നായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ഉദ്ദേശിച്ചിരുന്നത്. കരാർ വെച്ച സമയത്ത് ഈ അയ്യങ്കര് തമിഴ്നാട്ടുകാരാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെറിയൊരു അങ്ങോട്ടൊരു ചായവ് കാണിച്ചുകൊണ്ട് 99 എന്നുള്ളത് 999 ആക്കിയെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ലോക ചരിത്രത്തിൽ ഒരിടത്തും ഒരു 999 വർഷം വെച്ചിട്ടൊരു കരാർ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു ചതി നടന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ നമുക്ക് പറയും സ്വാതന്ത്ര്യത്തിനുള്ള കരാറെല്ലാം മാറി പുതിയ കരാർ വരണമെന്ന് പറയും. പക്ഷെ അത് നമ്മൾ സുപ്രീം കോടതി 2014 അതിന് നമ്മുടെ സർക്കാർ ഈ വാദങ്ങൾ ഉയർത്തിയിരുന്നു. 999 വർഷം എന്നുള്ള കാലാവധി വെച്ചുകൊണ്ട് തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് വെച്ച കരാറാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണ്, അതിന് വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നമ്മുടെ സർക്കാർ വാദിച്ചിരുന്നു. പക്ഷെ അതിനുള്ള മറുപടിയിൽ സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായിട്ട് അതിനു മുമ്പ് നടന്നിരിക്കുന്ന കരാറ് നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണ്. അതിന് പ്രധാനമായിട്ടൊരു കാരണം സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ 1970 2 സപ്ലിമെന്ററി കരാറായിട്ട് ഇത് പുതുക്കിയിരുന്നു. അപ്പൊ പഴയ കരാർ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലേ 1970 പുതുക്കിയത്. അപ്പൊ പിന്നെ അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് അർത്ഥമില്ല. പക്ഷെ 1970 കരാറിലും ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് മുന്നേറ്റത്. അന്ന് ശ്രീ അച്യുതാനന്ദൻ ആണ് അന്ന് മുഖ്യമന്ത്രി. അപ്പൊ അതിനു മുമ്പ് പല പ്രാവശ്യം കരാർ പുതുക്കേണ്ട കാര്യമായിട്ട് തമിഴ്നാട് സർക്കാർ ബന്ധപ്പെട്ടിരുന്നും ആ പുതുക്കലൊന്നും നടന്നില്ല. അത് ആൾക്കാർ പറയപ്പെടുന്നത് സത്യാവസ്ഥ, ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് 2 MP പാർലമെന്റിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ കരാർ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ആ വിട്ടുവീഴ്ച ചെയ്തതിനോട് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ 999 അപ്പോഴൊന്നും മാറ്റാൻ ശ്രമിച്ചില്ല. 100 ഏക്കർ കൂടുതൽ അവർക്ക് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന സൗകര്യം, അതിനു വേണ്ടിയിട്ട് 100 ഏക്കർ സ്ഥലത്തോളം അവർക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ കരാറിന് കിട്ടിയത് എന്താ വെച്ചാൽ ഈ ഡാമില് മത്സ്യം പിടിക്കാം. 2 ഒരേക്കർ സ്ഥലത്തിന് 3 രൂപ 5 രൂപയായിരുന്നത് 30 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. ഇതാണ് നമുക്ക് കേരളത്തിൽ കിട്ടിയ ആകെ ഒരു ബെനിഫിറ്റ്. അതേസമയത്ത് അവിടെ 100 ഏക്കർ കൂടുതൽ സ്ഥലം കൊടുക്കുകയും ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പക്ഷെ സർക്കാർ 2006 2014 സുപ്രീം കോടതി പോകുമ്പോൾ സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ കരാറിന്റെ 999 എന്ന കാര്യം അത് വാലിഡ് അല്ല എന്നുള്ളത് വാദിച്ചുള്ളൂ. വേറെ ഒരു കാര്യം വാദിച്ചില്ല. അത് കോടതിയിലെ വാദവുമായിട്ട് വരാത്തൊരു കാര്യമുണ്ട്. കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഏത് കരാറുകൾ നമ്മൾ രണ്ടാമത് എന്താ പറയുക നമ്മൾ പുതുക്കുമ്പോൾ പാർലമെന്റിന് അംഗീകാരം, ഇന്ത്യൻ പാർലമെന്റിന് അംഗീകാരം, സംസ്ഥാനങ്ങൾ തമ്മിലാണെങ്കിൽ പോലും സർക്കാർ കേരള സർക്കാരിന് ഈ കരാറ് ക്യാൻസൽ ചെയ്യാൻ പല സാധ്യതകളുമുണ്ട്. ഒന്ന്, പാർലമെന്റ് ഇത് പാസ്സാക്കിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. കാരണം ഒരു കരാർ പുതുക്കണമെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം മസ്റ്റായിട്ട് വേണം. അത് പാർലമെന്റ് ചെയ്തിട്ടില്ല. 2, കേരള നിയമസഭയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. മൂന്നാമത്, ഈ കരാറിൽ പുതുക്കിയ കരാറിൽ പറയുന്നുണ്ട് ഈ പുതുക്കിയ കരാറിന് അംഗീകാരം ഉണ്ടെന്നേ അതിൽ വ്യക്തമായിട്ട് പറയേണ്ടത് 30 വർഷം കഴിയുമ്പോൾ ഈ കരാർ പുതുക്കണമെന്ന്, ഓരോ 30 വർഷം കഴിയുമ്പോൾ. പക്ഷെ ഇപ്പോൾ 50 വർഷമായിട്ടും ഇതുവരെ ആ കരാർ പുതുക്കിയിട്ടില്ല. അപ്പൊ ഈ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിന് നമുക്കൊരു നിയമസഭ കൂടി ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഈ കരാർ വഴി എത്തിക്കാം.
ഈ കരാർ റദ്ദ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തമിഴ്നാട് നമ്മുടെ അടുത്തേക്ക് ഒരു അമിക്കബിൾ സൊല്യൂഷന് വേണ്ടിയിട്ട് എത്തും. അപ്പൊ ആ ശ്രമം നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. ഈ പുതിയ ഡാമിനോട് തമിഴ്നാട് ഇത്ര എതിർപ്പ് പ്രകടിപ്പിക്കാൻ എന്തായിരിക്കാം കാരണം? ഒന്നാമത്തെ കാര്യം, പുതിയ ഡാം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും ശാസ്ത്രീയമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല മെയിനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തൊരിടത്തും ഒരു ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിൽ വേറൊരു ഡാം പണിത ചരിത്രമില്ല. ഇതിപ്പോൾ സർക്കാർ സർവേ നടത്തിയിരിക്കുന്നത് ഏകദേശം 381 മീറ്റർ താഴെയാണ്. അതായത് 1/2 കിലോമീറ്റർ നമ്മൾ കണക്കാക്കിയോ. ഈ 1/2 കിലോമീറ്റർ താഴെ പുതിയൊരു ഡാം കെട്ടണമെങ്കിൽ ഇപ്പോഴുള്ള ഡാമിനേക്കാൾ ഏകദേശം 10-30 അടിയുടെ ഉയരം വരും ഡാമിന്. കാരണം ഇപ്പോഴുള്ള ജലം അതിൽ നിൽക്കണമെങ്കിൽ ഇതിനേക്കാളും വീതിയും നീളവും ഉണ്ടാവും ഡാമിന്. അപ്പോൾ അതിന്റെ ബേസ്മെന്റ് എത്രമാത്രം കീപ്പോട്ട് പോകണമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ 1/2 കിലോമീറ്ററിന് ഇപ്പറേ ഏകദേശം 40 മീറ്ററോളം താഴ്ത്തി ഇത്രയും വലിയൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ അത് ഏൽപ്പിക്കുന്ന ആഘാതം താങ്ങാൻ ഈ പഴയ ഡാമിന് സാധിക്കും. ഈ ഡാം പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഡാം പൊട്ടിപ്പോരാനും സാധിക്കുക. അത് നമുക്ക് ഒന്നും വേണ്ട. നമ്മുടെ വീടുകളിൽ ഒരു 7 വട്ടം ഉള്ള ഒരു കിണർ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളൊരു കിണർ കുത്തുന്ന പണിക്കാരനെ വിളിച്ചിട്ട് അതിന് സമീപത്ത് ഒരു 10 വട്ടത്തിൽ ഒരു കിണർ കുത്താൻ പറഞ്ഞാൽ അവൻ സയന്റിസ്റ്റും അല്ല ഒന്നും അല്ലെങ്കിൽ അവൻ കുത്തിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മതം കാരണം ഇതിലേക്ക് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ശാസ്ത്രീയമായിട്ട് അത് പറ്റില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. രണ്ടാമത് ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയൊരു ഡാം പണിയുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എത്രമാത്രം പാറയും വേണ്ടി വരും. അപ്പൊ എത്രമാത്രം നമുക്ക് പാറയും മറ്റും നമുക്ക് പൊട്ടിക്കേണ്ടി വരും. പിന്നെ അവർക്ക് 1/2 കിലോമീറ്റർ താഴെ ഡാമിന് കൊടുക്കാൻ പിന്നെയും എത്രമാത്രം ഏരിയ കാച്ച്മെന്റ് ഏരിയ വരും. ഇതെല്ലാം പ്രകൃതിക്ക് ദോഷം വരുന്നു, നമുക്ക് കേരളത്തിൽ നഷ്ടം വരുന്നു. ഒന്ന് സുരക്ഷിതമായി. രണ്ടാമത് അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞതുകൊണ്ട് ഈ 50 വർഷം കാലാവധി പറഞ്ഞ ഡാം ഇപ്പൊ 130 വർഷമായിട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ എഞ്ചിനീയർമാരും ബാക്കിയുള്ളവരും ഇനി ഒരു ഡാം പണിത് കഴിഞ്ഞാൽ 50 വർഷം കാലാവധി പറഞ്ഞാൽ 50 വർഷം തന്നെ നിൽക്കുന്നുണ്ടോ ഉറപ്പ്. പുതിയൊരു തലമുറയുടെ മുകളിലേക്ക് ഇനിയൊരു ബോംബിനെ കൂടി നമ്മൾ വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പുതിയൊരു ഡാം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പൊ നമ്മുടെ സേവിയർ ടീം എന്ന് പറഞ്ഞ സംഘടന അതിന് നേരെ എതിരാണ്. അതുപോലെ ഒരു അജിറ്റേഷൻ കമ്മിറ്റി സേവിയർ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയും പെട്ട സംഘടനകളെല്ലാം പറയുന്നതും പുതിയൊരു ഡാമിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോൾ വേറൊരു ചോദ്യം കൂടെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് തമിഴ്നാടിന് ഈ കരാറിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡാമിലൂടെ? യഥാർത്ഥത്തിൽ നമുക്കിതൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ തമിഴ്നാടിന് എന്താണ്? വൈദ്യുതി ഉത്പാദനമാണോ, കാർഷിക മേഖലയ്ക്കുള്ളതാണോ, എന്താണ് അവർക്ക്? അതോ ജലസേചന മാർഗമാണോ? തമിഴ്നാടിന് 5 ജില്ലകളാണ് ഇതിന്റെ ഗുണം കിട്ടാൻ. അത് ശരിക്കും അന്ന് കരാർ ഉണ്ടാക്കുമ്പോൾ അവിടെ പട്ടിണിയായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇങ്ങനൊരു ജലം അവിടെ ഡാം ഉണ്ടാക്കി ഇങ്ങനെ ജലം അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ള നടപടിയിലേക്ക് തിരിഞ്ഞത്. അന്ന് അത് ആവശ്യമായിരുന്നു. ഇന്ന് അവർക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കൊണ്ട് ഈ 5 ജില്ലകൾ കാർഷിക മേഖലയിൽ വളരെ മുന്നിൽ വന്നിരിക്കുന്നു. അതിന് അതിൽ കണക്കാക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപകളാണ് അവർക്ക് അതുകൊണ്ട് വരുമാനം കിട്ടുന്നത് കാർഷിക മേഖല കൊണ്ട് മാത്രമായിട്ട്. പിന്നെ ആദ്യത്തെ കരാറിൽ തന്നെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ കൊടുത്തിരുന്നില്ല. പക്ഷെ അവരത് ലംഘിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉത്പാദനം തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ 1970 വീണ്ടും കരാർ പുതുക്കുന്നത്. അപ്പോൾ തന്നെ കരാർ ലംഘനം അവിടെ നടന്നിരുന്നു. അപ്പൊ ആ കരാർ ലംഘനം നടന്നുകൊണ്ടാണ് അവർ കരാർ പുതുക്കാൻ വേണ്ടിയിട്ട് അന്നേരം ധൃതി പിടിച്ചു. അതെ. അപ്പൊ രണ്ടാമത് നമുക്ക് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാനുള്ള സൗകര്യം കൊടുത്തു. അപ്പോഴും അവർക്ക് ഈ വെള്ളം കൊണ്ട് ജലസേചനം നടക്കും, ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിന് എന്തെങ്കിലും തടസ്സം വരുമെന്നുള്ള കാണാത്താലാണ് അവർ ഈ ഡീകമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സമ്മതിക്കാതിരിക്കുന്നത്. കാരണം അവരുടെ 5 ജില്ലകൾക്ക് ജലം കിട്ടിയേ പറ്റും. അതിന് ഏക മാർഗം കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് വേറെ വേറെ പുഴയോ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ വെള്ളം കൊടുത്തേ പറ്റും. അതായത് പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞില്ലേ, കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും കൊടുക്കണം. അതിന് വേറെ മാർഗം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നതൊക്കെ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ ഇതിനൊരു പരിഹാര മാർഗം
എന്ന് പറയുന്നത് എന്തേലും ഒന്നും ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം ആർഗ്യൂ ചെയ്യുമ്പോഴും ഈ ഡാമിന്റെ ഇപ്പോഴത്തെ സുരക്ഷിതത്വം കൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ഡാമാണ് ഇത്, വെള്ളത്തിന്റെ ആധിക്യം കൊണ്ട് ഇത് പൊട്ടിപ്പോകാൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവന സ്വത്തൊക്കെ നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പുതിയൊരു ഡാം സാധ്യമല്ല എന്നും സാർ തന്നെ പറയുന്നു, ജോൺ സാർ തന്നെ പറഞ്ഞു. പുതിയൊരു ഡാം ഒത്തിരി പാരിസ്ഥിതിക പ്രശ്നങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടും പിന്നെ അതിന്റെ സാമ്പത്തിക ബാധ്യതകളും ഒക്കെ വരും. പിന്നെന്താ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക? ഇതിന് പരിഹാരം നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ 2014 സുപ്രീം കോടതി വിധിയിൽ തന്നെ എംപവർ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിന് നമ്മുടെ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ജസ്റ്റിസ് കെ.ടി. തോമസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എംപവർ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്ത 2 നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശമായിട്ട് ആ വിധി വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, കേരളം ആവശ്യപ്പെട്ട രീതിയിൽ പുതിയ ഡാം പണിയുക. അതിനോട് നമ്മൾ യോജിക്കുന്നില്ല, അതിനോട് തമിഴ്നാടും യോജിക്കുന്നില്ല. രണ്ടാമത്, 50 അടി ഉയരത്തിൽ ടണലുകൾ ഉണ്ടാക്കി തമിഴ്നാട്ടിലേക്ക് ജലം തിരിച്ചുവിടുക, അവിടെ അവരത് ശേഖരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുക. അപ്പം കേരളത്തിന് സുരക്ഷയാവും, തമിഴ്നാടിന് ജലമാവും. ഇത് ഏകദേശം വിധി 2010 വർഷത്തിൽ കൂടുതലായിട്ട് ഇതുവരെ 2 സർക്കാരുകളോ അതിനെപ്പറ്റി ഒരു ചർച്ചയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ സംഘടന പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള കക്കി ഡാം ഏകദേശം 50 കിലോമീറ്ററോളം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 50 അടിയോളം ഉയരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കക്കി ഡാമിൽ നിന്ന് ഒരു പൈപ്പ് ഘടിപ്പിച്ച് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്കിലേക്ക് ഘടിപ്പിക്കുക. അവർക്ക് അവിടെ ജലം ലഭിച്ചതിന് ശേഷം മാത്രം ഡീകമ്മീഷനിലേക്ക് പോയാൽ മതി. അപ്പോൾ അവർക്ക് ജലം കിട്ടില്ല എന്നുള്ള ഭയത്തിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്കവിടെ ദോഷമുണ്ട്. ഈ കക്കി ഡാം എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാം കഴിഞ്ഞിട്ട് ഏറ്റവും അധികം ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന ഡാമാണ്. അവിടെ നമ്മൾ ജലസേചനത്തിന് വെള്ളം ഉപയോഗിക്കുന്നില്ല, ഇലക്ട്രിസിറ്റിക്ക് മാത്രമാണ്. അപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉത്പാദനം കുറയും. അപ്പൊ ഈ ജലം അവരെ കൊണ്ടിട്ട് അവരെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ നഷ്ടം അവരോട് നികത്താൻ പറയും, അങ്ങനെ കരാറുണ്ടാക്കും. അവർക്ക് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുകയും ജലങ്ങൾ വേണമെന്ന് പറയുന്നത് അർത്ഥമില്ല. അപ്പോഴ് അതിനെക്കാട്ട് പ്രായോഗികമല്ലേ ഇത്? വീണ്ടും അപ്പം മുല്ലപ്പെരിയാറിലെ ജലം കൊണ്ടുവന്ന് കക്കിയിൽ കൊണ്ടുവന്ന് കേരളത്തിന്റെ മണ്ണിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് ജലം തമിഴ്നാട്ടിൽ എത്തിക്കണ്ടേ? അല്ല, അത് തെറ്റുപറ്റി. നമ്മൾ കക്കി ഡാമിലെ വെള്ളം മുല്ലപ്പെരിയാറിലെ പെൻസ്റ്റോക്ക് പൈപ്പിലേക്കാണ് ഘടിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട്. കക്കി ഡാമിന് അങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ഓ, അതായത് ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് കൊണ്ടുപോകുന്നത്. ആ പെൻസ്റ്റോക്കിനൊക്കെയാണ് മറ്റേ പൈപ്പ് ഘടിപ്പിക്കുന്നത്. മുല്ലപ്പെരിയാറിലെ വെള്ളം എടുക്കുന്നില്ല. ഇല്ല, മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം. കാരണം അതോടുകൂടി നമ്മൾ ഡീകമ്മീഷൻ ചെയ്യും. അല്ല, ഡീകമ്മീഷൻ ചെയ്യും. അപ്പൊ വേറെ ഒന്നുള്ളത്, കക്കി ഡാമിൽ നിന്ന് അത്രയും ജലം ലഭ്യമായിരിക്കുമോ തമിഴ്നാട്? തീർച്ചയായിട്ടും തമിഴ്നാട് കൊടുക്കാനുള്ള ജലം ഓൾറെഡി ലഭ്യമാണ്. അവ കക്കിയിലെ വൈദ്യുതി ഉത്പാദനത്തെ ബാധിക്കത്തില്ലയോ? നമുക്ക് ബാധിക്കും. പക്ഷെ ഈ ജലം അവർ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് അവര്. അപ്പൊ നമുക്ക് കരാർ വയ്ക്കാമല്ലോ. നമുക്ക് ഇവിടെ വരുന്ന നഷ്ടം അവർ നികത്തണം. ആ വൈദ്യുതിയുടെ അതിനെക്കാട്ടിൽ പ്രായോഗികമല്ലേ മുമ്പേ പറഞ്ഞ 50 അടി ഉയരത്തിൽ ടണലുണ്ടാക്കി ഇടുക്കിയിൽ നിന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് നേരിട്ട് ജലം തമിഴ്നാട്ടിന് കൊണ്ടുപോകും. അതെ, അതല്ലേ കുറെ കൂടെ വൈബ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഏത് കാര്യത്തിനും ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ഇനിയിപ്പോ എത്ര വർഷം നമുക്ക് കരാറിൽ അതിപ്പോ കക്കിയിൽ നിന്ന് പൈപ്പ് കൊണ്ടുപോയാലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് 2 സർക്കാരുകളുടെ ചർച്ച കൂടി തീരുമാനിക്കും. ഇതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് തമിഴ്നാടിനെ ചർച്ചയ്ക്ക് വേണ്ടി മേശയുടെ അടുത്തേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് അവർ നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇപ്പോൾ അവർ തയ്യാറാകുകയില്ല. ഒന്ന്, 999 വർഷത്തെ ഒരു എഗ്രിമെന്റ് അവരുടെ കയ്യിലിരിക്കുന്നു. 2, സുപ്രീം കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു. അപ്പൊ അവരെ നമ്മുടെ ചർച്ചയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1970 പുതിയ കരാർ റദ്ദ് ചെയ്യാൻ നമ്മുടെ നിയമസഭയ്ക്ക് അത് സാധിക്കും. കാരണം അതിന് പാർലമെന്റിന്റെ അംഗീകാരമോ നിയമസഭയുടെ അംഗീകാരമോ ഒന്നും കിട്ടിയിട്ടില്ല. കൂടാതെ 30 വർഷം കഴിയുമ്പോൾ കരാർ പുതുക്കണമെന്ന് കരാറിൽ പറഞ്ഞിരിക്കുന്ന അവർ നടപ്പാക്കിയിട്ടില്ല. ഈ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കേരള നിയമസഭയ്ക്ക് ഒരു പ്രമേയത്തിൽ കൂടി തന്നെ ആ കരാർ റദ്ദ് ചെയ്യാൻ പറ്റും. അങ്ങനെ റദ്ദ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് ഇടപെടും, ഒരു മധ്യസ്ഥ രീതിയിലേക്ക് വരും. അപ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കാം. അത് ചർച്ചയ്ക്ക് വേണ്ടി എത്തണമെങ്കിലും
ഈ കരാർ റദ്ദ് ചെയ്താൽ അത്രയും ഡ്രാസ്റ്റിക് ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്താലേ ചർച്ചയ്ക്ക് സ്കോപ്പ് എത്തുള്ളൂ. അല്ലാതെ യാതൊരു സ്കോപ്പ് ഇല്ലെങ്കിൽ സ്കോപ്പ് വരണമെങ്കിൽ രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് നിയമപരമായ പോരാട്ടം, അതിപ്പോ പല പ്രാവശ്യം നടന്നിരിക്കുന്നു. ഇപ്പൊ തന്നെ അഡ്വക്കേറ്റ് റസൽ ജോയി സാറിന്റെ ഒരു കേസ്, അതായത് ഇന്റർനാഷണൽ എക്സ്പെർട്സിനെ കൊണ്ട് ഡാമിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അതിനെ വരെ തമിഴ്നാട് എതിർക്കുകയാണ്. തമിഴ്നാട് അപ്പൊ ഒരു രീതിയിലും ഒരു സ്റ്റഡിക്കും ഒരു സർവേക്കും ഒന്നും അവർ തയ്യാറായി. അവരത് തയ്യാറാവണമെങ്കിൽ നമ്മൾ ഈ കരാർ റദ്ദ് ചെയ്യും. അന്ന് പക്ഷെ അത് കരാർ റദ്ദ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിയമപരമായ പോരാട്ടം ഒരു സൈഡിൽ, രണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി, രാഷ്ട്രീയപരമായ നീക്കമാണ് നടത്തേണ്ടത്. അതിനിപ്പോ നിലവിലുള്ള കേരളത്തിൽ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അത് തയ്യാറാണെന്ന് തോന്നുന്നു. അല്ല, കേരള ഗവൺമെന്റിന് ഇപ്പൊ ചെയ്യാം. കാരണം കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമിഴ്നാട്ടിൽ DMK-യുടെ ഗവൺമെന്റും പരസ്പരം സഹകരിച്ച പ്രവർത്തിക്കുന്നത് തീർച്ചയായും ആ ഒരു മുന്നണിയാണ്. അപ്പൊ കേരള ഗവൺമെന്റിന് ആ ഒരു രാഷ്ട്രീയമായ അനുകൂല സാഹചര്യം മുതലാക്കി DMK-യുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും തമിഴ്നാട്ടിലൊക്കെ ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം ഒരു പരിധി വരെ. പിന്നെ പലപ്പോഴും പറയുന്നത് ഈ ദുരന്ത നിവാരണ സംവിധാനവും അതിന്റെ നിയമശക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തിയാൽ ഇതിനൊരു പരിഹാരമാകുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പൊ സേവ് കേരള ടീം ഹൈക്കോടതിയിൽ നമ്മുടെ പൊതുതാൽപര്യ ഹർജിയായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ തമിഴ്നാടിനെ കക്ഷി ചേർത്തിട്ട് പോലുമില്ല. കാരണം അതിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഡാം പൊട്ടിയാൽ അതിന്റെ ഡൗൺ സ്ട്രീമിൽ എന്താ ആഘാതം ഉണ്ടാവും. നേരത്തെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു നോക്ക് എത്രമാത്രം മരണം ഉണ്ടാവും, അങ്ങനെ ഒരു ആഘാത പഠനം നടത്തണം. അത് ഓൾറെഡി ഗുജറാത്തിലൊരു ഡാം വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡാം ബ്രേക്ക് അനാലിസിസ് എന്ന് പറയും, അത് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിപ്പോർട്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതിനെ തമിഴ്നാട് എതിർക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരെ കക്ഷി എടുത്തില്ല, അത് നമ്മൾ കേരള സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. അതിന് തമിഴ്നാട് കക്ഷി എന്ന് പോലും ആവശ്യമില്ല. കാരണം അത് ഡാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം അത് ഓരോ സ്റ്റേറ്റും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അപ്പോൾ ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തിയതിനു ശേഷം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷാ നടപടികൾ എടുക്കണം. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം അത് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് ഹർജി പോയി. പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലാ കളക്ടർ ഒരു ഒറ്റ ഉത്തരവിട്ടാൽ തന്നെ ഈ പ്രശ്നം തീരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മുടെ സർക്കാരിന് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടണമെങ്കിൽ സർക്കാരാണ്. ഇടുക്കി ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞ ആള് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ, അതെല്ലാം ജില്ലയിലും. അതെ. അപ്പൊ അവിടെയുള്ള ഏത് നിർമ്മാണങ്ങൾ, ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ഏത് നിർമ്മാണങ്ങളുടെയും സുരക്ഷാ പരിശോധന നടത്താൻ ഡിസ്ട്രിക്ട് കളക്ടറുടെ അധികാരമുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം. അതിനാർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതിന് വേറൊരു ആക്ട് അതിനെ ബാധകമല്ല. എല്ലാ ആക്ടിനെയും ഇത് ഓവർ ചെയ്യും. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോറാണ്ടം ഇടുക്കി ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 10-25 ദിവസമായാലും റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അതിപ്പോ ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒന്നുകിൽ കരാർ റദ്ദ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടും പ്രകാരം വിദഗ്ധരെ കൊണ്ട് ഒരു സുരക്ഷാ പരിശോധന നടത്താൻ ഉത്തരവിടുക. അപ്പൊ ആ വിദഗ്ധർ പറയുകയാണ് ഓക്കെ ഡാം കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് കുഴപ്പമില്ല. അവര് പറയും ഡാം അപകടാവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീകമ്മീഷനിലേക്ക് പോവുകയും ചെയ്യാം. അപ്പൊ അതിനൊക്കെ ഇച്ഛാശക്തിയുള്ള സർക്കാർ തന്നെ വേണം. കാരണം ഇവിടെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാതെ ഇവിടെ പറയപ്പെടുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും ഇതിന് പങ്കുണ്ട്. അത് തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ വർഷം അവർക്ക് വിഹിതം കിട്ടുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥ ഒന്നും അറിയില്ല. അവിടെ നമ്മൾ കർഷകരോട് അന്വേഷിച്ചപ്പോൾ അവിടെ സന്ദർശിച്ചു. ഈ 5 ജില്ലകളിൽ ഞങ്ങൾ സന്ദർശിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ വർഷവും അവിടെ പിരിവ് നടക്കുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് പിരിവ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും കൂടുതലൊന്നും ഇതിൽ ഇടപെടാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ വയനാട് സംഭവിച്ചു നമുക്ക് ഡാം പൊട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ഒത്തുകൂടും. അപ്പൊ എന്ത് വെച്ചാൽ കേരളം 3ആയി വിഭജിക്കപ്പെടും. തൃശ്ശൂരിന് അപ്പുറം വേറൊരു കേരളം, ഇപ്പുറം പത്തനംതിട്ടയ്ക്ക് അപ്പുറം വേറൊരു കേരളം, നടുക്കുള്ള കേരളം ആർക്കും വേണ്ടാതെയാവും. അങ്ങനെ 3ആയി വിഭജിച്ച് 3 കേരളമാവും. അപ്പൊ പിന്നെ കേരളം തന്നെ ഇല്ലാതാവാം. കാരണം ഒരു സൈഡ് കർണാടകത്തിലേക്ക് ഒരു സൈഡ് തമിഴ്നാട്ടിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിന്റെ ഒരു ആവശ്യമില്ല. ആ സ്ഥിതിയിലേക്കായിരിക്കും കേരളത്തിന്റെ പോക്ക്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കരണീയമായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും.
പിന്നെ ഡീകമ്മീഷനിങ് പറ്റുമോ എന്നാണ്. അല്ല, ആദ്യം നമുക്ക് നമ്മുടെ സർക്കാർ പറയുന്നുണ്ട് ആശങ്ക വേണ്ട, ആശങ്ക വേണ്ട. അത് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കൽ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, അപകടാവസ്ഥയിലാണ് എന്നും പറഞ്ഞ് സമരത്തിൽ പങ്കെടുക്കുകയും ചപ്പാത്ത് മുതൽ എറണാകുളം ഗാന്ധി സ്ക്വയർ വരെ മനുഷ്യച്ചങ്ങ വരെ ഉണ്ടാക്കിയ ആളാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളിത് ഡീകമ്മീഷനിങ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്രിയയല്ലേ. ഈ ഡീകമ്മീഷൻ ചെയ്യുന്നതിന് എന്നാന്നിങ്ങനെ വെള്ളം മുഴുവൻ അഴിച്ചു വിട്ടാൽ മാത്രം ഡീകമ്മീഷനിങ് ആവോ? ഇല്ല, മൊത്തം ഡാം തന്നെ ഡിമോളിഷ് ചെയ്യും. അപ്പൊ അത് ഡിമോളിഷ് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ഒരു വലിയ പ്രശ്നമില്ല. ഈ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കൊണ്ടിടം ചെയ്യും. അതിന് വേണ്ടി വരുന്ന മനുഷ്യശേഷി, അതിന് വേണ്ടി വരുന്ന മെഷീനറികള്, വിഭവശേഷി, അതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ. ഡീകമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ അത്ര വലിയ പ്രശ്നമല്ല. കാരണം ലോകത്ത് മുഴുവൻ ഡീകമ്മീഷൻ അതിനുള്ള മെഷീനറീസും എക്യുപ്മെന്റ്സ് എല്ലാം ഓൾറെഡി ഉണ്ട്. ഡംപി എന്നുള്ള സ്ഥലം കണ്ടെത്തേണ്ടി വരും. അതാ കുറെ പ്രശ്നങ്ങൾ നമുക്ക് എന്തായാലും പ്രകൃതിയിൽ ഉണ്ടാവും, ഡീകമ്മീഷനിങ് ആയാലും ഉണ്ടാവും. അപ്പം എന്തായാലും സുരക്ഷ വെച്ച് നോക്കുമ്പോൾ, അതായത് ഏകദേശം 1.25 കോടി ജനങ്ങളെ സുരക്ഷ വെച്ച് നോക്കുമ്പോൾ ആ വരുന്ന പ്രശ്നം നമുക്ക് ഒന്നുമല്ല. കാരണം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് അതിന് ശാസ്ത്രീയമായ മെത്തേഡുണ്ട്. പല ഡാമുകളും ലോകത്ത് ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതിന് രണ്ട് സർക്കാരും കേന്ദ്ര സർക്കാരിന് സമ്മതിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ തമിഴ്നാട് സർക്കാരിനെ ചർച്ചയ്ക്ക് അവർ വരാൻ തയ്യാറാവണം. അവർ വരാൻ തയ്യാറാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ കരാറ് റദ്ദ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ സുരക്ഷാ പരിശോധന നടത്തിയിട്ട് ഡാം അപകടാവസ്ഥയാണെന്ന് തെളിഞ്ഞാൽ അവർ വരാൻ പറ്റും. കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പറയുന്നുണ്ട്, അതിന് സെക്ഷൻ 24 തോന്നുന്നു, ഹസാർഡ്സ് ആയിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും പൊളിച്ചതായി പറഞ്ഞത്, നോട്ടീസ് പോലും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം. അത് വലിയൊരു ആയുധമാണ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അതിനു മുമ്പ് മറ്റു നിയമങ്ങളൊന്നും ബാധകമല്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ സർക്കാർ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പരിഗണിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. അപ്പൊ സർക്കാർ മറന്നുപോയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു മെമ്മോറാണ്ടം കൊടുത്തോണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിനൊരു മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. അപ്പൊ സാറി പറഞ്ഞതിലെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ഡാമിന്റെ സുരക്ഷ എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമാണ് അല്ലേ? ഇത് 100% ഒരിക്കലും സുരക്ഷിതമല്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റും. അതിന് പ്രധാനമായിട്ട് വേണ്ടത് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തിയാണ്. പിന്നെ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കരണീയമായിട്ടും പ്രായോഗികമായിട്ടും ഉള്ളത് ദുരന്ത നിവാരണ നിയമമാണ്. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു കൺക്ലൂഷൻ എടുക്കാറ്. നമ്മുടെ സാർ ഇത്രയും സമയം നിങ്ങളുമായി ചെലവഴിക്കുകയും ഈ ആശയങ്ങളെല്ലാം പങ്കുവെക്കുകയും ചെയ്തതിൽ സാറിനോടുള്ള നന്ദി എല്ലാവരും അറിയിക്കുന്നു. നന്ദി.